ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാനിതാ കറുപ്പും ഇട്ട് മരണ വീട്ടിൽ പോകുമ്പോഴാണ് കല്യാണത്തിനെ ഇറങ്ങിയിരിക്കുന്നത്. എന്നും പോകുന്ന ചങ്ങായിരെ കൂടെ തന്നെയാണ് ഇന്നും പോകുന്നത്. ഈ ചങ്ങായിക്കാണെങ്കിൽ എന്നെക്കാളും മുഞ്ചുണ്ട്. അതുകൊണ്ട് വഴി പോണ പിള്ളേരൊക്കെ ഈ ചങ്ങയാണ് നോക്കുന്നത്. മണ്ഡപത്തുമായിട്ട് നേരെ പോയി നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയത്. ചിക്കൻ പീസ് കിട്ടിയില്ലെന്നായിരുന്നു ഈ ചങ്ങായിയുടെ കംപ്ലൈന്റ്. അവസാനം അത് ചോദിച്ച് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ നീട്ടി ഐസ്ക്രീമും കുടിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം കണ്ണാടിയിൽ നമ്മൾ മുഞ്ചു നോക്കിക്കൊണ്ട് ആരുടെ കല്യാണം എന്നറിയാതെ നിഷ്കളങ്കരായി വന്നിരിക്കുന്നത് നമ്മളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ചിങ്കിടി പിള്ളേർ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അത് അവന്റെ കുടുംബക്കാരെ കല്യാണം തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു ചങ്ങായിരെ വീട്ടിലോട്ട് ബിരിയാണി മൊത്തം അടിച്ചേറ്റിന് ശേഷം വന്ന് ഫ്ലാറ്റായി കിടക്കുവാണ് ഈ ചങ്ങായി. തിരിച്ചു പോണ നോക്കിൽ ഏതൊക്കെയോ മരത്തിൽ നിന്ന് എന്തൊക്കെയോ പറിച്ചുകൊണ്ട് പോവാണ് ഈ ചങ്ങായി. നമ്മൾ വേറെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് മീറ്റപ്പ് ചെയ്തു. അതിലൊരു ചങ്ങായിയുടെ BMW ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ പണ്ടേ റിച്ച് ആയതുകൊണ്ട് ഇങ്ങനത്തെ ലക്ഷറി കാർസിൽ മാത്രമേ ട്രാവൽ ചെയ്യാം. ഈ ചങ്ങയാണെങ്കിൽ വലിയ കാര്യത്തിൽ BMW എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നേരെ ഓട്ടിക്കാൻ അവൻ അറിയത്തില്ല. ഞാൻ പിന്നെ ജീവനെങ്കിലും ബാക്കി ഇട്ടിട്ടെന്ന് വിചാരിച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സുരക്ഷയോടെയാണ് വഴിയിലൂടെ പോണ ഓരോ വണ്ടികളെയും കണ്ട് കുറ്റം പറയാണ് ഈ ചങ്ങ. പിന്നെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് നമ്മൾ ജില്ലായിട്ടങ്ങ് പോയി. പിന്നെ നമ്മള് റിസപ്ഷനിൽ വന്നത് അൽസാജിലോട്ടാണ്. ഇത് രാവിലെ പോയ കല്യാണത്തിനല്ല, ഇത് വേറെ ചങ്ങയുടെ ആരോ. അവിടെയും നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാനാണ് കയറി. അവിടെയാണെങ്കിൽ പൊറോട്ടയും ബിരിയാണിയൊക്കെ ഒന്നിച്ച് മിക്സ് ചെയ്താണ് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ ആണെങ്കിൽ അവിടെ ഓരോ ആൾക്കാരെ പയ്യെ തുള്ളാൻ തുടങ്ങി. പിന്നെ കുറച്ച് ലേറ്റ് ഒക്കെ വന്നപ്പോ ആണെങ്കിൽ നമ്മളും പയ്യെ അവരെ പോയി ജോയിൻ ചെയ്തു. ആ കല്യാണ ചെറുക്കാനാണ് ഇവിടെ ഈ കിടന്ന് തുള്ളുന്നത്. നമ്മൾ തുള്ളി കുറച്ച് കഴിഞ്ഞപ്പോ ആണെങ്കിൽ ഈ ചങ്ങായിക്ക് പ്രാന്തളവ് ഇളവി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെക്ക് ലെവൽ ഇല്ലാത്ത തുള്ളല്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മണ്ഡപത്തിൽ നിന്ന് കുറച്ച് പൂ അടിച്ച് മാറ്റി സ്വന്തം വണ്ടിയിലെടുത്ത് വെക്കുകയാണ് ഈ ചങ്ങായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തുള്ളി തളർന്നിട്ട് നമ്മൾ ഇരിക്കുന്ന കോലമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ എപ്പോഴത്തെയും പോലെ വീട്ടിൽ വന്ന് നേരെ ഫ്ലാറ്റ്. അപ്പൊ ബാക്കി അടുത്ത വ്ളോഗിൽ.